സച്ചിൻദാസ് മാക് ട്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഒരു വീഡിയോന്റെ ബാക്കി ഭാഗമാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 6 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. എല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിന്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് വരാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ മുതലാണ് ഇനി ചെയ്യാനുള്ളത് അല്ലെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത് 146.8432 എന്ന് പറയുന്ന ഒരു നമ്പർ തന്നിട്ടുണ്ട്. ഈ ഡിജിറ്റിന്റെ ടെൻസ് പ്ലേസിലും അതുപോലെ 10,000s പ്ലേസും എന്ത് ചെയ്യാണ് ഇന്റർചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇഫ് ദ ഡിജിറ്റ് ഇൻ ദി tens place and 10,000s place are interchanged, what will be the new number? എന്താണ് ഇതിൽ വരുന്ന പുതിയ നമ്പർ? നമുക്കിത് ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? ഒരു പുതിയ നമ്പർ കിട്ടും അല്ലെ. അപ്പൊ ആദ്യം ആ നമ്പർ എഴുതാം. 146.8432. ഇതിൽ നോക്കുമ്പോ 100 പ്ലേസിൽ 10th പ്ലേസിൽ ഏതാ വരുന്നേ? ഇത് 1s, ഇത് 10s, ഇത് 100. നമുക്ക് വേണ്ടത് എന്താണ്? 10s ആണ്. അപ്പൊ 10s പ്ലേസിൽ ഏതാണ്? 4 ആണ് അല്ലേ. അപ്പൊ 4 വന്നു. 4 അവിടെ ഉണ്ട്. ഇനി എന്തായിട്ടാണ് ഇന്റർചേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? 10,000s പ്ലേസ്. നമുക്കറിയാം പോയിന്റ് കഴിഞ്ഞ് വരുന്ന റൈറ്റിലേക്ക് എടുക്കുന്ന നമ്പേഴ്സ് എങ്ങനെയാണ് പ്ലേസ് നോക്കേണ്ടത്? 10th അല്ലെ. ഇതോ 100th. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, പഠിച്ചതാണ്. ഈ സെയിം കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളുണ്ടോ? ക്വസ്റ്റ്യൻ അന്ന് മാറി, ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിച്ചു എന്ന് മാത്രം. ഈ 100s പഠിച്ചു. ഇത് 1000s ആണ് അല്ലെ. 100 കഴിഞ്ഞ് 1000s എന്നാണ്. 1000s ഉണ്ട്. ഇതോ 10,000. അപ്പൊ നമുക്ക് 10,000th 10s കൂടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ ഈ 4ഉം ഈ 2ഉം കൂടിയിട്ട് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. അപ്പോ 4 ഉള്ളവർക്ക് ആര് വരും? 2 വരും. പിന്നെ 6 തന്നെയാ അല്ലെ. അതേപോലെ ഇതാ 8 4 പോയിന്റ് ഉണ്ട്. 3 2 ആര് വന്നു? ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 4 2 4 4 2ഉം അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പുതിയ നമ്പർ കിട്ടിയില്ലേ? പുതിയ നമ്പർ കിട്ടിയോ? കിട്ടി. ഈ 2 നമ്പേഴ്സും കൂടിയിട്ട് എന്ത് ചെയ്യാനാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കിട്ടാ. ഇന്റർചേഞ്ച് ചെയ്തപ്പോ നമുക്ക് 126.8434 ആണ് വന്നിട്ടുള്ളത്. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒറിജിനൽ നമ്പർ ആൻഡ് ന്യൂ നമ്പർ? ഇപ്പൊ കിട്ടിയതാണ് ന്യൂ നമ്പർ. ഒറിജിനൽ നമ്പർ 146.8432 ആണ്. ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്യണം? ഡിഫറൻസ് ആണെന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യണം. അപ്പൊ മൈനസ് ചെയ്യാം അല്ലെ. മൈനസ് ചെയ്യണം. അപ്പൊ ഇതിൽ വലിയ നമ്പർ എന്ന് പറയാതെ നമുക്കറിയാം 146.8432 ആണ്. മൈനസ് ഇപ്പൊ പുതിയ നമ്പർ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് നമ്പർ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഈ 2 കമ്പയർ ചെയ്യുമ്പോൾ സ്മോളസ്റ്റ് നമ്പർ ആണ് ന്യൂ നമ്പർ. ഇപ്പൊ 126.8434 ശരിയല്ലേ. ഇനി എന്ത് ചെയ്യാണ്? നമ്മൾ മൈനസ് ചെയ്യാൻ പോവാണ്. അപ്പൊ മൈനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബോറോ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് 3ൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് കൊടുക്കാം, 10s ഇങ്ങോട്ട് കൊടുക്കാം. അപ്പൊ 12 ആയി കഴിഞ്ഞാൽ 12 മൈനസ് 4 8 ആണ്. നമുക്ക് അറിയുന്ന കാര്യമാണ്. മൈനസ് ചെയ്യാൻ അറിയാത്തവരില്ലല്ലോ. ഇല്ല. അവിടെ 3ൽ നിന്ന് ഒന്ന് പോയാൽ 2 ആവുന്നു. വീണ്ടും ബോറോ ചെയ്യണം. 4ൽ നിന്ന് ഒന്ന് കൊടുക്കാം. അപ്പൊ 12 ആവും. ഇവിടെ 3 ആവും. ഇനി ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ 12 മൈനസ് 3 9 ആയി അല്ലെ. സാധാരണ എങ്ങനെയാണോ മൈനസ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ മൈനസ് ചെയ്ത് പോവുക. ഇനി 8ൽ നിന്ന് നമ്മൾ ഒന്നെടുത്ത 7 ആവും. പിന്നെ ഈ 1 ഇവിടെ കൊടുക്കുക. അങ്ങനെ 13 മൈനസ് 4 ചെയ്യുമ്പോൾ 9 കിട്ടും അല്ലെ. ഇനി ഇവിടുന്ന് ഇതേപോലെ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതേപോലെ ബോറോ ചെയ്യേണ്ടി വരും. മേടിക്കുക. 17 ആവും. 17 മൈനസ് 8 ചെയ്യുമ്പോൾ 9 അല്ലെ. പോയിന്റ് അതേപോലെ എടുത്ത് എഴുതാം. ഇനി ഇവിടെ വരുമ്പോൾ 5 മൈനസ് 6 ആണ് അല്ലെ. പോയിന്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ലൈനൊക്കെ വരയ്ക്കാം. ഇതാ ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരുന്നത്. പോയിന്റിന് ഒരു ബൗണ്ടറി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ വരച്ചു. ഇത്രേ ഉള്ളൂ. ഇനി ഇവിടെ 5 ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഒരു ആളെ ബോറോ ചെയ്ത് മേടിക്കാം. അപ്പൊ നമുക്ക്
വീണ്ടും 9 തന്നെ കിട്ടും. ഇവിടെ 3 വരും അല്ലെ. അപ്പൊ ആൻസർ 19.9998 ആണ് കിട്ടുക. മൈനസ് ചെയ്യുക. നമുക്ക് സാധാരണ മൈനസ് എങ്ങനെ ചെയ്യാം, അതേപോലെ മൈനസ് ചെയ്യാം. നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ അവർ പറയുന്നത് 8th ക്വസ്റ്റ്യൻ ആണ്. 8th ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത് ഒരു ഗെയിം പോലെയാണ് കേട്ടോ. അപ്പൊ ഗെയിം കളിക്കാൻ റെഡിയാണോ? നിങ്ങൾ റെഡിയാണ്. പക്ഷെ ഈ ഗെയിം കളിക്കും കുറച്ച് പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും ഒക്കെ അറിയണം. ഇവിടെ നമുക്ക് പ്ലസ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി, പ്രത്യേകിച്ചൊന്നുമില്ല. സുഖാണ്, സുന്ദരാണ്. അപ്പൊ ഈ ഗെയിം കളിക്കാൻ റെഡിയാണോ? റെഡി. ഓക്കെ. അപ്പോ എന്താണ് ഗെയിം? 3.69, അതുപോലെ 100.01, 0.25, 0.50, 12.005, 0.005 എന്നീ നമ്പേഴ്സ് എയിലും കാണിക്കുന്നുണ്ട്. എ എന്ന് പറയുന്ന ബോക്സിലുണ്ട്. ബി എന്ന് പറയുന്ന ബോക്സിൽ 100.51, 12.01, 3.94 എന്നീ നമ്പേഴ്സ് കാണാനുണ്ട്. ഇനി എന്താ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ നമ്പേഴ്സ് ഇൻ ദ കോളം ബി ആർ. അപ്പൊ നമ്പേഴ്സ് ബിയിലുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് കോളം ബി ആണല്ലോ. കോളം നമ്മുടെ ബി എന്ന് പറയുന്ന ബോക്സ് അല്ലെങ്കിൽ ബോക്സ്, അതിലുള്ള നമ്പേഴ്സ് എങ്ങനെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സം ഓഫ് ദി നമ്പേഴ്സ് ഇൻ കോളം എ. അപ്പൊ എയിലുള്ള എ എന്ന് പറയുന്ന ബോക്സ് ആണ് ഉദ്ദേശിച്ചത്, കോളല്ല, ബോക്സ് ആണ്. ആ ബോക്സിലെ നമ്പേഴ്സ് എടുത്തിട്ട് സം ചെയ്യുമ്പോഴാണ് ബിയിലെ നമ്പേഴ്സ് കിട്ടുക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്പർ 100 ഒക്കെ കാണാനുണ്ട് അല്ലെ. 100 കാണാല്. അപ്പൊ 100 കിട്ടണമെങ്കിൽ ഒരു 100 ഇവിടുന്ന് എടുക്കേണ്ടി വരും, ശരിയല്ലേ? അപ്പൊ ഒരു 100 ഞാൻ എടുക്കാണ്. 100 മാത്രമല്ല 100.01 എടുക്കുന്നു അല്ലെ. 100 മാത്രമല്ലല്ലോ എടുക്കുക, ഇവിടെ പോയിന്റ് വരുന്ന കാരണം പോയിന്റ് എടുക്കണം. 0.01 അങ്ങനെ ആ നമ്പർ മൊത്തം എടുത്തു. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്യണം? സം എന്ന് പറഞ്ഞാൽ പ്ലസ് ചെയ്യാണ് അല്ലെ. കാര്യമാണ്. അപ്പൊ ഏത് നമ്പർ പ്ലസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്ന് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യണം. ഇപ്പൊ 12 ഒക്കെ എടുക്കേണ്ടി വരുമോ? 12 എന്തായാലും എടുക്കേണ്ടി വരില്ല. നമുക്ക് 12ന്റെ ആവശ്യമില്ല. 3 ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 103 അല്ലല്ലോ, 112 അല്ല. അപ്പൊ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ക്യാൻസൽ ചെയ്താലും മതി. ഇതൊക്കെ നിങ്ങളുടെ ലോജിക്കാണ്. ഇനി മുതൽ ഇനിയുള്ളത് നമ്മുടെ ലോജിക്കാണ്. അതുപോലെ 25.25 കൂടെ ആഡ് ചെയ്യുമ്പോൾ ശരിയാകുമോ? 6 അത് പറ്റില്ല. 0.25 അപ്പൊ അതും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി എന്താ ഉള്ളത്? 51 ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ 50+1 ആണ് എന്ത്? 51. അല്ലാതെ 005 ആഡ് ചെയ്താലും കിട്ടില്ല. അപ്പൊ നമുക്ക് ഉറപ്പിച്ചു അടുത്ത നമ്പർ ഏതാണ്? 0.50 ആണ്. അങ്ങനെ ആ രണ്ട് നമ്പർ സം ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? ശരി തന്നെയാണോ നോക്കി നോക്കിയേ. ശരി തന്നെയാണോ എന്നെ നോക്കി നോക്കുവോ? 100.51 ശരിയാണല്ലേ. അപ്പൊ ആ 100.51 കിട്ടാൻ വേണ്ടിയിട്ട് 100.01 0.50 കൂടിയിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ശരിയാണോ നോക്കി നോക്കിയേ. കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ ആ ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ഫില്ല് ചെയ്യാനുള്ള ബോക്സുകൾ നമ്മൾ ഫില്ല് ചെയ്തു. ഇതേപോലെ അടുത്തത് നോക്കുമ്പോ അപ്പൊ 100 കഴിഞ്ഞ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ചൂസ് ചെയ്ത നമ്പർ ഇപ്പൊ വലിയ നമ്പേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ വലിയ ആൾക്കാരനെ ആദ്യം തന്നെ എടുത്തോളൂ. ഇത് വലുതായിരുന്നു, അതുകൊണ്ട് നമുക്ക് അത് ആദ്യം എടുത്തു. ഇത് ചൂസ് ചെയ്ത് വെട്ടിക്കളയുക. എടുത്തത് നമുക്ക് പിന്നെ ഒഴിവാക്കാം. ബാക്കിയല്ലേ നമുക്ക് വേണ്ടു. അപ്പൊ പെൻസിൽ വെച്ചിട്ട് വെട്ടിക്കളയുക. നമുക്ക് അത് വേണ്ട. ഇനി ബാക്കി ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്താൽ മതി? എടുത്ത് എഴുതിയാൽ മതി. അങ്ങനെയാണ് പൊതുവെ വരാറ്. ഓക്കെ. ഇനി റിമൈനിങ് ആയിട്ട് വരുന്നത് 12.01 ഉണ്ട്, 3.94 ഉണ്ട്. അപ്പൊ വലുത് ഏതാ? 12.01 ആണ്. ഇപ്പൊ വലുത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ചെറുത് ഏതാണോ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പൊ ഓർഡറിൽ തന്നെ എടുക്കാം. ഇപ്പൊ ഇതിൽ വലുത് നോക്കുമ്പോൾ 12.01 ആണ്. 12.01 എന്ന് പറയുമ്പോൾ 12 എന്തായാലും വരും അല്ലെ. അപ്പൊ 12 ആദ്യം എഴുതി. അപ്പൊ 12 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ ഉള്ളത്? 01 ആണ്. അപ്പൊ 01 അപ്പൊ നോക്കി നോക്കിയേ. 12.005 പ്ലസ് ഇതെങ്ങനെ കിട്ടുക? 0.1 കിട്ടണമെങ്കിൽ ഇത് ഇയാളെ മതിയോ? 0.25 എഴുതിയാൽ ശരിയാവോ? പറ്റില്ല. ശരിയാ, ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആഡ് ചെയ്താൽ കറക്റ്റ് ആവില്ല. അപ്പൊ ഇതുമല്ല. അപ്പൊ ഏതാ വരിക? ഇത് നോക്കി നോക്കാം. 005
5. ആഡ് ചെയ്യുമ്പോൾ 1 ഇവിടെ വരുന്നുണ്ട്, റിമൈനിങ് 1 വരും. 0 0 0 തന്നെ. Then our answer 0.12.01. പിന്നെ ഒരു 0 ഇട്ടില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. നമുക്ക് ആൻസർ എന്താ വരിക? 12.01. അപ്പൊ ആൻസർ കിട്ടണമെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെ? 12.005 പ്ലസ് 0.005. ബാക്കി പിന്നെ റിമൈനിങ് ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഏതൊക്കെയാണോ ആ രണ്ട് നമ്പറും കൂടിയും പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 3.94 കിട്ടും. ഈ രീതിയിൽ നിങ്ങൾക്ക് ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിം പോലെ തന്നെ അല്ലെ, അങ്ങനെ ഒരു ഗെയിം പോലെ തന്നെയാണ് ഇതും. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ട് നോക്കി നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ദി നമ്പർ ഷു ആഡഡ് ടു 18.04 ടു ഗെറ്റ് 38. അപ്പൊ ഏതോ ഒരു നമ്പർ 18.04 ആഡ് ചെയ്യുന്ന സമയത്ത് 38 കിട്ടുന്നുണ്ട്. ആ നമ്പർ ഏതാന്നുള്ളത് അവർക്കും അറിയുന്നില്ല, അവര് പറയുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു കേസാണ്. ആ നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കാൻ ഇപ്പൊ ഏതോ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിന്റെ കൂടെ 18.064 ആഡ് ചെയ്തപ്പോ ഒരു നമ്പർ എന്ത് കിട്ടി? 38 കിട്ടി. ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ, 38ൽ നിന്ന് ആരെയും മനസ്സ് ചെയ്താൽ മതി. ഇയാളെ റൈറ്റ് സൈഡിലേക്ക് ഇരിക്കുമ്പോൾ മൈനസ് അല്ലേ വരിക? അപ്പൊ 38ന്ന് 18.064 മൈനസ് ചെയ്താൽ മതി. ആൻസർ എന്താ കിട്ടുക? ആ ക്വസ്റ്റ്യൻ മാർക്ക്. ഗോട്ട് ഇറ്റ്? ഒന്നുകൂടി പറയാം. ഒന്നുമില്ല, ഏതോ ഒരു നമ്പർ, ആ നമ്പറിന്റെ കൂടെ 18.064 ആഡ് ചെയ്ത സമയത്ത് 38 കിട്ടി എന്ന് പറയുന്നു. അപ്പൊ ആ 38ന്റെ കൂടെ 38 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഏതോ നമ്പർ 18.064 കൂടെ ആഡ് ചെയ്യണം. ആ നമ്പർ അറിയില്ലെങ്കിൽ 38ൽ നിന്ന് എന്താ മൈനസ് ചെയ്താൽ മതി. 38ൽ നിന്ന് 18.064 മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ഗോട്ട് ഇറ്റ്? അങ്ങനെ മൈനസ് ചെയ്യാൻ നമുക്ക് എങ്ങനെയാ മൈനസ് ചെയ്യാം അറിയോ? മൈനസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞതാ. 38 അതേപോലെ എഴുതാം. പിന്നെ 18 ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പൊ 18 എഴുതാം. 18 മാത്രമല്ല, 18.064 ആണ്. മുകളിൽ പോയിന്റ് ഒന്നുമില്ല, ഒരു പോയിന്റ് വേണമെങ്കിൽ കൊടുക്കാം. ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് 00 ഇട്ടാ പോരെ, ഒരു കുഴപ്പമില്ല. അപ്പോഴും 38 തന്നെയാണല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി മൈനസ് ചെയ്യുമ്പോൾ 0 4 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബോറോ ചെയ്യണം. അപ്പൊ ബോറോ ചെയ്യാൻ പോവാണ്. എന്നിട്ട് അത് ഇവിടെ കൊടുക്കാം. അപ്പൊ ഇത് 10 ആവും. 10 9 ആവും. എന്നിട്ട് ഇവിടെ കൊടുക്കുക. ഇനി 10ൽ നിന്ന് ഒരു 9 ആക്കി മാറ്റുക. എന്നിട്ട് ആ 1 ഇവിടെ കൊടുക്കുക. അങ്ങനെ ബോറോ ചെയ്യാം. ഓക്കെ, അപ്പൊ 10 - 4 എന്താന്ന് നിങ്ങൾക്ക് അറിയാം? 6 ആണ്. 9 - 6 3 ആണ്. പിന്നെ 9 ആണ് വരിക അല്ലെ. പിന്നെ പോയിന്റ് ഇതും നമുക്ക് ബോറോ ചെയ്യേണ്ടി വരും. 2 എടുക്കുക, 2 ആക്കുക. ദെൻ ആ 1 അവിടെ കൊടുക്കുക. 17 - 8 9 ആണ്, അറിയുന്ന കാര്യമാണ്. പിന്നെ 19. അപ്പൊ ആൻസർ 19.936 ആണ് വരിക. ഓക്കെ, ഇനി ഇത് വേണമെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഈ ക്വസ്റ്റ്യന്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ഏതോ ഒരു നമ്പർ, ആ നമ്പറാണ് 18.0464. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് 38 കിട്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു നമ്പർ അറിയില്ല, ഇല്ലല്ലോ. ഏത് നമ്പറിന്റെ കൂടെയാണ് 18.064 ആഡ് ചെയ്തതെന്ന് അറിയില്ല. അങ്ങനെ വരുമ്പോ ആ നമ്പർ അവിടെ നിർത്തിയിട്ട് ഈ 18 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ 18 ഇങ്ങോട്ട് വരുമ്പോ അത് മൈനസ് ആവും. അപ്പൊ -18.064. അപ്പൊ മൈനസ് അല്ല മൈനസ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ മാർക്ക് സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മൈനസ് ചെയ്താൽ മതി. അങ്ങനെ മൈനസ് ചെയ്തപ്പോൾ 19.936 ആണ് കിട്ടുക. മൈനസ് ചെയ്യാനായിട്ട് നമുക്കറിയാം ഇപ്പൊ അല്ലെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ.
അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ്. മിസ്റ്റർ കുമാർ പർച്ചേസ്ഡ് എ സാരി ഫോർ ₹485.55, a shirt for ₹269.40 and a tie for ₹64.25. Find the total money spent by Mr. Kumar എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊക്കെ എന്താ ചെയ്യാ? കുറേ കുമാർ എന്ത് ചെയ്തിട്ടുണ്ട്? സാരി വാങ്ങിയിട്ടുണ്ട്, ഷർട്ട് വാങ്ങിയിട്ടുണ്ട്, ടൈ വാങ്ങിയിട്ടുണ്ട്. നമ്മളായാലും ഒരു ഷോപ്പിൽ പോകുമ്പോൾ ഇതൊക്കെ വാങ്ങാറുണ്ട് അല്ലെ? എന്നിട്ട് ഇതിന്റെ ടോട്ടൽ എത്രയായി ചേട്ടാ എന്ന് ചോദിക്കില്ലേ? നമ്മൾ മണിയാണ് ഇവിടെ സ്പെൻഡ് ചെയ്തത്. ടോട്ടൽ മണി അപ്പൊ എത്രയാന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം കൂടി പ്ലസ് ചെയ്യും. അങ്ങനെയല്ലേ ചെയ്യാറ്? മൈനസ് ആണോ ചെയ്യാ? അല്ല, പ്ലസ് ചെയ്യാം. നമുക്ക് അറിയുന്ന കാര്യം. ഷോപ്പിലൊക്കെ പോവാത്ത ആളുകളല്ല, പ്ലസ് ചെയ്യാം. അപ്പൊ പ്ലസ് ചെയ്യുന്നു. അപ്പൊ പ്ലസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാ? എങ്ങനെ പ്ലസ് ചെയ്യാ? ആദ്യം സാരിക്ക് വേണ്ടിയിട്ട് 485.55. അതുപോലെ പിന്നെന്താ വാങ്ങിയത്? ഷർട്ട് വാങ്ങി അല്ലെ? ഷർട്ട് എത്രയാ? 269.40 9 പിന്നെ ടൈ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു സാരി ഷർട്ട് ഒരു ബന്ധമില്ലാത്തതാണ്, എന്നാലും കുഴപ്പമില്ല, നോ പ്രോബ്ലം. നമുക്ക് എന്ത് വാങ്ങി എന്നുള്ളതല്ലോ, എത്ര രൂപ കിട്ടിയെന്നല്ലേ, ചെലവായി എന്നല്ലേ, സ്പെൻഡ് ആയി എന്നല്ലേ. 65.25. ഇനി 5 ആഡ് ചെയ്യുമ്പോൾ 0 10 വരിക അല്ലെ? അപ്പൊ റിമൈനിങ് 1 6 10 12 10 15 20 അല്ലെ? 20 ആണ് വരിക. പോയിന്റ് അതേപോലെ ഇട്ടോട്ട്, അവിടെ പോയിന്റ് എല്ലാം ഇറക്കിയില്ല. 2 റിമൈനിങ് വന്നു. 10 16 16 22 4 8 ആണ് അല്ലെ? സോറി ചോമ. അപ്പോ 820.20 ആണ് ആൻസർ കിട്ടിയത് കേട്ടോ. ശരിയായി.